ഹായ് ഓൾ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് സ്റ്റേപ്പിൾ ഗുഡ്സുകളെ കുറിച്ചിട്ടാണ്. എന്താണ് സ്റ്റേപ്പിൾ ഗുഡ്സ്? നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൽ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളെയാണ് സ്റ്റേപ്പിൾ ഗുഡ്സ് എന്നറിയപ്പെടുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന റൈസ്, അതുപോലെ തന്നെ വീറ്റ്, അതേപോലെ തന്നെ കേർഡ്, മിൽക്ക്, പൊട്ടറ്റോ, ടൊമാറ്റോ, സാൾട്ട്, ഇത്തരത്തിലുള്ള ഗുഡ്സുകളെയാണ് സ്റ്റേപ്പിൾ ഗുഡ്സുകളായിട്ട് കണക്കാക്കുന്നത്. ഈ ഗുഡ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഗുഡ്സുകളെല്ലാം ഇന്നിലാസ്റ്റിക് ഗുഡ്സുകളാണ്. എന്താണ് ഇന്നിലാസ്റ്റിക് ഗുഡ്സ്? ഇന്നിലാസ്റ്റിക് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയിൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡിമാൻഡ് ചേഞ്ചസ് വരാത്ത ഗുഡ്സുകളെയാണ്, വലിയ അളവിൽ ചേഞ്ചസ് വരാത്ത ഗുഡ്സുകളെയാണ് നമ്മൾ ഇന്നിലാസ്റ്റിക് ഗുഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ പ്രോഡക്റ്റുകളുടെയൊക്കെ വില കൂടുകയോ കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഡിമാൻഡിനെ കാര്യമായിട്ട് ബാധിക്കൂല. കാരണം ഇത് സാധാരണക്കാരനായുള്ള ആളുകൾ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള എല്ലാവിധ ആളുകളും ഒരേപോലെ ഉപയോഗിക്കുന്ന, വില നോക്കാതെ ഉപയോഗിക്കുന്ന ഗുഡ്സിനെയാണ് സ്റ്റേപ്പിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ GST റിഫോംസ് കൊണ്ടുവന്നു. അഥവാ GST നിലവിൽ വന്നതിന് ശേഷം വന്ന ഏറ്റവും വലിയൊരു മാറ്റമാണ് ഈ കഴിഞ്ഞ വീക്കിൽ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നിലവിലുള്ള 28% സ്ലാബിനെ ഒഴിവാക്കി അതിലുള്ള 99% ഐറ്റംസിനെയും 18% സ്ലാബിലോട്ട് കൊണ്ടുവരികയും അതേപോലെ തന്നെ 12% സ്ലാബുകൾ ഒഴിവാക്കി അതിലുള്ള 99% ഐറ്റംസിനെ 5%ലോട്ട് കൊണ്ടുവരികയും പല 5% റേറ്റ് ഉള്ളതിനെ 0% അഥവാ നിൽ റേറ്റ് GST ടാക്സിലോട്ട് കൊണ്ടുവരികയും ചെയ്തു. അപ്പൊ ഇങ്ങനെ കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്റ്റേപ്പിൾ ഗുഡ്സിന്റെ റേറ്റും ഈ ഗവൺമെന്റ് ഇതിന്റെ ഭാഗമായിട്ട് കട്ട് ചെയ്ത് ഒരു ചെറിയ ടാക്സ് സ്ലാബിലോട്ട് 5%ലോട്ടും 0%ലോട്ടും കൊണ്ടുവന്നു. ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താ? ഈ സ്റ്റേപ്പിൾ ഗുഡ്സ് എന്ന് പറയുന്നത് നിത്യോപയോഗ വസ്തുക്കളാണ്. നിത്യോപയോഗ വസ്തുക്കളുടെ മുകളിൽ ഒരു ഗവൺമെന്റ് അമിത ടാക്സ് ഈടാക്കുന്നത് അവിടെ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷന് കാരണമാവും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇൻഫ്ലേഷനും ഹെവി ബേർഡിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും, അതായത് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് അഫോർഡബിൾ പ്രൈസിന് ഗവൺമെന്റ് ജനങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയിട്ടാണ് പുതിയ GST റിഫോംസ് കൊണ്ടുവന്നതും അതിന്റെ ഭാഗമായിട്ട് സ്റ്റേപ്പിൾ ഗുഡ്സിന്റെ ടാക്സ് വലിയ അളവിൽ കുറച്ചു കൊണ്ടുവന്നതും. അപ്പോൾ ഓർത്തു വെക്കുക, സ്റ്റേപ്പിൾ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇനിലാസ്റ്റിക് ഗുഡാണ്. ഇനിലാസ്റ്റിക് ഗുഡ് എന്ന് പറഞ്ഞാൽ വിലയിൽ വരുന്ന ചേഞ്ചസ് അഥവാ പ്രൈസിൽ വരുന്ന ചേഞ്ചസ് ഇവരുടെ ഡിമാൻഡിനെ കാര്യമായിട്ട് ബാധിക്കില്ല. ഇതിനർത്ഥം എന്ന് പറയുന്നത് പ്രൈസ് കൂടിക്കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലും ജനങ്ങൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഗുഡ്സിനെയാണ് നമ്മൾക്ക് സ്റ്റേപ്പിൾ ഗുഡ്സ് എന്ന് പറയുന്നത്.